അനുവാദം ഇല്ലാതെ അങ്ങനെ എടുക്കാൻ കൊള്ളാവോ? നമ്മളെ ഇപ്പൊ ഗൂഗിൾ മാപ്പ് നന്നായിട്ട് ഊമ്പിച്ച്. ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പാറയുടെ മേലാണ് കയറിയിരിക്കുന്നത്. നോക്കിയെന്നുണ്ടെങ്കിൽ താഴോട്ട് പോകും. നമ്മളിപ്പോൾ ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളെങ്ങനെ ഇടുക്കിയിൽ പോകാൻ പോവുകയാണ്. നമ്മള് 3 പേരും കിട്ടാണ്. ശംഭു ഹായ്. ഹലോ ഗൈസ്, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോവാം ഇടുക്കി. ഗൈസ് അങ്ങനെ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മണിക്കൂർ എടുക്കുന്നാണ്. എവിടെ അത് വിനീഷ് അല്ലേ? നമുക്ക് എവനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം, വരോ നോക്കാം. ഗ്ലാസ് കയറി വിനീഷ്. ഇവിടെ പോണേ? വീട്ടിൽ പോണാ? ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നു. നമ്മളെ ഇടുക്കി പോണ പറഞ്ഞ? ഇല്ല, ഒറ്റ മൈൻഡ് കേറടേ. അങ്ങനെ നമ്മള് അവനെ വിളിച്ചിട്ടുണ്ട്. വിനീഷിനെ വിളിച്ച് വണ്ടി കയറാണ്ട് ഇടുക്കി പോ. ചെറുക്കൻ കയറിയിട്ടുണ്ട്. ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒറ്റ മൈൻഡിൽ ഇടുക്കിയിൽ പോകാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാൻ, വിനീഷ്, ശംഭു ഉണ്ട്, വിഷ്ണു. സെറ്റ് ട്രിപ്പ്. ഓക്കെ വിനീഷ്, നീ വീട്ടിൽ പറയുന്ന വീട്ടിൽ സീനാവോ? ഇടുക്കി വരാ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് വരുള്ളൂ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. നമ്മൾ അങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയാത്ത സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ പോയി കഴിച്ചിട്ടുണ്ടല്ലോ. പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ വ്ളോഗറാണ്, ഫ്രീ ആയിട്ട് ഫുഡ് തരണമെന്ന് പറയുന്നത് നാണക്കേടാണ് കേട്ടില്ല. അതൊക്കെ ഒരു തന്തയില്ലാത്ത പരിപാടിയാണ്. ഞാൻ അങ്ങനെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നവരടുത്ത് മാത്രമേ ഞാൻ പോയി വ്ളോഗ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ പോയി അല്ലാതെ ഞാൻ ഇങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വ്ളോഗറാണ് അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഫുഡ് തരണമെന്ന് ഞാൻ അങ്ങനെ ആർക്കും പറയില്ല. അങ്ങനെയുള്ള ഞാൻ ജെന്യൂനായിട്ടുള്ള വീഡിയോസും ജെന്യൂനായിട്ടുള്ള റിവ്യൂസും മാത്രമേ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ഒരെണ്ണോ എല്ലാം അങ്ങനത്തെ റിവ്യൂസ് ആണ് ഞാൻ. എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള എല്ലാം. എന്റെ കൂടെ പറഞ്ഞതാണ് വിനീഷാണ്. വിനീഷിന്റെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് അറിയാം. കറക്റ്റ് ആണ് മിസ്റ്റർ ഫുഡിന്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഒരു ജെന്യൂൻ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീഡിയോസ് ആയിരിക്കത്തില്ല കാണുന്നത്. എന്റെ വീഡിയോസ് കണ്ട ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ് മതി, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രം. നമ്മളിപ്പോ എന്തിനാണ് ഇടുക്കി പോകുന്നത്? നമ്മള് വെറുതെ കറങ്ങാൻ ഈ വൈബില്ലാത്ത എനിക്ക് എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് വിളിച്ച? എന്തൊരു മെച്ചൂരിറ്റി? തന്ത ഞാൻ മാത്രമേ. നമ്മളങ്ങനെ എണ്ണ അടിക്കാൻ പോവുകയാണ്. എത്ര രൂപയ്ക്ക് എണ്ണ അടിക്കണം? 5000. എത്ര രൂപയ്ക്ക് എണ്ണ അടിക്കാം? നമ്മളതിൽ BPCL കാർഡുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് റിവാർഡ് പോയിന്റ് ഉണ്ട്. റിവാർഡ് പോയിന്റിലൊക്കെ വെച്ച് നമുക്ക് കുറച്ച് പൈസ കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ റിവാർഡ് പോയിന്റ് ചെയ്ത് എണ്ണ അടിക്കാൻ പോവുകയാണ്. പെട്രോൾ അടിക്കാൻ പോവാണ്. പെട്രോളോ ഡീസലാ? ഡീസൽ അടിച്ചാലോ? അങ്ങോട്ട് പോയാൽ അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മളടുത്ത് ദൂരെ അങ്ങോട്ട് പോവാൻ. അങ്ങോട്ട് അപ്പൊ അവിടെ പമ്പ് BPCL നമ്മൾ കുറച്ചുകൂടെ ഒരു നിലവാരം പ്രതീക്ഷ. പക്ഷെ പോരാ. നമുക്ക് ഇവിടെ നിന്നെങ്കിലും നമ്മൾ ആ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്ത് തരാമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ റിവാർഡ് പോയിന്റ്? കിട്ടില്ലെങ്കിൽ നമ്മൾ പൈസ അറിയും. നമ്മൾ ഇടുക്കിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് എണ്ണ അടിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്ത് നമ്മൾ എണ്ണ അടിച്ച് പോകും. ഇതാണ് നമ്മളെ BPCL കാർഡ്. നമ്പർ കാണിച്ചിട്ടില്ല. ഇതാണ് BPCL കാർഡ്. ഈ കാർഡ് വെച്ച് നമുക്ക് റിവാർഡ് പോയിന്റ് റെഡീം ചെയ്ത് നമുക്ക് എണ്ണ അടിക്കാൻ പറ്റും. പെട്രോൾ അടിക്കാൻ പറ്റും. നമുക്കപ്പോൾ കൊടുത്തോളാം. ഇത് റെഡീം ചെയ്യണം. പോയിന്റ് എത്രയാണ് നോക്കി വെച്ചത്? ആ പോയിന്റ് നമുക്ക് ഫുൾ എടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് റിച്ച് ആയിട്ട് പെട്രോൾ അടിച്ച് നമുക്ക് പോകാം. ആ ചേച്ചി അപ്പോൾ നമ്മളെ റിവാർഡ് പോയിന്റ് ചെക്ക് ചെയ്യണം.
ഗസ് എത്ര പോയിന്റ് ഗസ് ചെയ്യടാ. നീ ഗസ് എത്ര പോയിന്റ് ആണോ വിനീഷ്? വിനീഷ് എത്ര പോയിന്റ് ഉണ്ടോ? നീ അല്ലേ വരുത്താൻ പറ. നമുക്ക് വഴി നീട്ടിയാ നിന്നല്ലേ. എത്ര പോയിന്റ് ആണ്? 1000 പറ ബ്രോ. ഞാനൊരു 2500. 560 ക്ലെയിം ചെയ്യാ. എത്ര രൂപയ്ക്ക് അടിക്കാൻ പറ്റും? അതിനടിച്ചു എത്ര 568 രൂപ അടിച്ചു. 568 നമുക്ക് ഗൈസ് നമുക്ക് 568 രൂപയ്ക്ക് ക്യാമറ എടുക്കുന്നേ വ്ളോഗ് ഏതായിരുന്നാലും ഓഫ് ചെയ്യും. നമുക്ക് പെട്രോൾ അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ഞാൻ വ്ളോഗറാ. നമ്മൾ ഇടുക്കിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് നമ്മൾ പോകുന്നു. ട്രാവൽ വ്ളോഗ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ എത്ര രൂപ? 5550. ഗൈസ് നമുക്ക് 500 രൂപ വരെ പെട്രോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ BPCL കാർഡ് വെച്ച്. അപ്പോൾ നമ്മൾ അതിൽ ഹാപ്പിയാണ്. ഗൈസ് നമ്മളങ്ങനെ പുക ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വണ്ടി. അതായത് പുക ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പുക ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. അങ്ങനെ നമ്മൾ പുക ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മൾ 1 വർഷത്തേക്കുള്ള പുക ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 130 രൂപ ആയിട്ടുണ്ട്. ഇനി പുക ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വേറെ ഒന്നുമില്ല. നമ്മൾ ഇൻഷുറൻസ് ബാക്കി എല്ലാ പേപ്പറും എല്ലാം ക്ലിയറാണ്. പിന്നെ നേരെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളെങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലെത്തി. കാഞ്ഞിരപ്പള്ളിയിൽ നമ്മൾ SIC ബേക്കറി പോയാണ്. SIC ബേക്കറിയിൽ നമ്മൾ ജാം റോൾ, ഇവിടുത്തെ ജാം റോൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജാം റോൾ ഒന്ന് കഴിച്ചു നോക്കാം. ജാം റോൾ വേണം. ജാം റോൾ 350. ഇതാണ് ഇവിടുത്തെ ജാം റോള്. ഗൈസ് ഇവിടെ നിന്ന് ചേട്ടൻ്റെ പേരെന്താണ്? ഇതിന്റെ പേര് ലെമൺ പേസ്റ്റോ? ലെമൺ പേസ്റ്റും മേടിച്ചു. കഴിച്ചോ? എങ്ങനെയുണ്ട്? ഗൈസ് ഇതാണ് ഇവിടുത്തെ SIC ബേക്കറിയിൽ ഫേമസ് ആയിട്ടുള്ള ജാം. ജാമിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കഴിക്കാതെ പോലും ആ SIC ബേക്കറിയിൽ അടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ലൊക്കേഷൻ SIC ബേക്കറി കാഞ്ഞിരപ്പള്ളി മസ്റ്റ് ട്രൈ ആണ്. ഡെയിലി ജാമൊക്കെ ഇരിക്കുന്നുണ്ടോ? ജാം ഇതാണ് ഇവിടുത്തെ ജാം റോൾ. ഇത് മാത്രമല്ല ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജാം റോൾ മസ്റ്റായിട്ട് കഴിക്കും കേട്ടോ. എങ്ങനെയുണ്ട് ജാം റോൾ? എങ്ങനെയുണ്ട്? ജെനുവിൻ അടിപൊളി, അടിപൊളിയല്ലേ? ഈ സാധനങ്ങള് ഗൈസ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ശംഭു എങ്ങനെയുണ്ട് ജാം റോൾ? എങ്ങനെയുണ്ട് ജാം റോൾ? ജാം റോൾ എങ്ങനെയുണ്ട്? ഗൈസ് ഈ ജാം റോളിന് വേണ്ടിട്ട് ഇവിടെ അടിയാണ് കേട്ടോ. പക്ഷെ കുറച്ച് മത്ത് വരുന്നുണ്ട്, എന്നാലും സീനില്ല. പക്ഷെ ആ ടേസ്റ്റ് കാരണം ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. മത്താണെങ്കിലും ഈ സ്വീറ്റ് ലവേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അത് കളയണ്ട. കേട്ടോ അഞ്ച് തീരാറായി. എത്ര ഉണ്ടായിരുന്നു? വലുതായിരുന്നു. എന്റെ കൈയുടെ അത്ര ഉണ്ടായിരുന്നു. ഞാൻ ഫേസിൽ വെച്ചാൽ തീർന്നു പോയി. ഭയങ്കരമായിട്ട് ഇത് ഒരാൾക്ക് ഒന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കുറഞ്ഞത് 4 പേരെങ്കിലും വേണം. മിനിമം 4 6 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ഞാൻ സ്റ്റോപ്പ് ആർക്ക് വേണ്ടത് ഞാൻ തന്നെ കഴിച്ചിരിക്കുന്നു. ഇത്രയൊക്കെയുണ്ട്. ഗൈസ് നമ്മളിന്ന് രാവിലെ കഴിച്ച് ഒരു വ്യൂ പോയിന്റിലാണ് വന്നത്. ഇവിടെ അടച്ചിട്ടേക്കുന്നത്. നമ്മളിങ്ങനെ ഹൈജാക്ക്
ഇവിടെ മേളിൽ നിന്ന് ആരൊക്കെ കൂവലൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഒരു 10 ഡിഗ്രിയൊക്കെ വരും ഇവിടെ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിറയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് കാടാണ്, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. എടി ഇതിലൊന്നും പോകാൻ പറ്റൂല ഗൈസ്. നമ്മളെ വഴി തീർന്ന് ഇത് പോകാനായിട്ട് ഇനി വഴിയില്ല. എടിയോ പോവാൻ പറ്റൂല ഗൈസ്. ഇപ്പൊ ഒരു വലിയൊരു കാട്ടിന്റെ അകത്തൂടെയാണ് പോണത്. ഏത് കാടാന്ന് തോന്നുന്നു. ഒരു വ്യൂ പോയിന്റിന്റെ സൈഡിൽ കൂടെ നമ്മള് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പോകാനായിട്ട് വഴിയൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഫ്രണ്ടിൽ കൂടെ പോണ ഒരു വഴി ഇറങ്ങാത്തവനാണ്. അവിടെ ക്യാമറ പിടിച്ച് കൈ കഴിക്കണം പോയി. ഇത് ഫുള്ള് കാടാണ് കേട്ടോ. കാട് ഇവിടെയൊക്കെ വഴിയൊന്നും ഇല്ല. ഒരു കാട്ടിനിടയിൽ കൂടെ വേണം പോ. ആനയെല്ലാം വന്നാ മൂഞ്ചി. പോടേ ആരെങ്കിലും വന്ന് കണ്ടാ കലിപ്പാവാൻ തോന്നുന്നു. സത്യന്റെ വഴി പറഞ്ഞോട് വഴി തോന്നുന്നു. മുള്ളുവേലി കെട്ടി അടച്ചൊക്കെയാണ്. പോടേ വഴി ഉണ്ടാക്ക്. തിരിച്ചു പറഞ്ഞു. എന്താടാ തിരിച്ചു പറഞ്ഞ ഇതിലെ കൂടെ കേറിയിട്ടൊരു വഴിയിൽ കൂടെ കേറിയിട്ടുണ്ട്. ഏയ് കലിപ്പാവും. നമ്മളിപ്പോ ഫോറസ്റ്റിലാണ് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. അവരെല്ലാം വന്ന് കണ്ട സീനാണ്. ഇതാണ് നമ്മൾ വന്നത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ. സെറ്റ് വ്യൂ പോയിന്റ്. ഒരു രക്ഷയില്ല കാണാനായിട്ട്. കുറച്ച് തണുപ്പുണ്ടെന്നേ ഉള്ളൂ. എടേ വാ. ഇവിടെ അവിടെയൊക്കെ കോടയൊക്കെ വന്ന് കിടക്കുകയാണ് കേട്ടോ. റൈസിന്റെ ബാക്ക് കണ്ടോ, വലിയൊരു കുഴിയാണ് അവിടെ. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെ കോടയൊക്കെ കാണാം. കിട്ടില്ല വ്യൂ പോയിന്റാണ് പോകാൻ പോകുന്ന. ഒരു രക്ഷയില്ല. പക്ഷെ താഴോട്ട് എങ്ങനെ ഇറങ്ങുന്നു? ഇത് കായല ഡാമാ ഗൈസ്. അതായത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ തൊട്ട് മുകളിൽ നമ്മുടെ താഴെ നിന്ന് ഇടുക്കി ഡാമിൽ വെള്ളം പോണ. സൂക്ഷിച്ചൊക്കെ വരണം. ചർക്കലൊക്കെ ഉണ്ട് കേട്ടോ. കാണാമോ? ഇവിടെ ചെറിയ ചെറിയ ഹട്ടൊക്കെ ഉണ്ട്. 2500 രൂപ എന്തോന്നു ഇവിടെ ഒരെണ്ണത്തിന്. വിഷയം വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ല. ഇതാണ് ഈ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് താഴോട്ടൊന്ന് ആകാൻ പറ്റുമോ നോക്കാം. ടാസ്ക് ആണ്. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ.
താഴോട്ട് പോകാൻ പറ്റൂല, ടാസ്ക്കാണ്. താഴോട്ട് പോയാൽ ഞാൻ സുഭാഷാവും. വലിയൊരു കുഴിയാണ്. ഇനി ശാലം വേണം. നമ്മൾ മേളോട്ട് പോയിട്ട് ഈ വ്യൂ പോയിന്റ് കുറച്ചുകൂടെ സൂപ്പറായിട്ട് കാണാൻ പറ്റും നോക്കാം. ഇവിടെയും കൊള്ളാം. ഇതിലൊക്കെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമ്മൾ സുഭാഷാവും. വലിയൊരു കാട്ടിൻ്റെ ഇടയ്ക്കൂടെയാണ് കണ്ടോ. വഴിയൊക്കെ സീനാണ്, വഴിയൊന്നുമില്ല. ഇടയിൽ കപ്പിൾസ് കാണും. കപ്പിൾസിനൊക്കെ വന്നാൽ ഇരുന്ന് കിസ്സൊക്കെ അടിക്കാൻ പറ്റിയൊരു പ്ലേസ്. വഴി തീർന്നാണ്. ഒരാളും കൂടെ ഉണ്ട്, ഒരുമിച്ച് പോവാ. വലിയൊരു ഫോറസ്റ്റാണ്, സൂക്ഷിച്ച് പോകണം. ഇവിടെയൊക്കെ സീൻ. ഒന്ന് താഴോട്ട് നോക്കിയാൽ ഒരു രക്ഷയില്ല. തിരിച്ചു വരുമ്പോൾ ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞൂടാ. സൂപ്പർ വ്യൂ പോയിന്റ്. ഗൈസ്, അങ്ങോട്ട് കുറച്ച് മേലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരു പുളി മൂട് ഇവിടെ. മേലോട്ട് പോയാൽ എങ്ങനെയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കോടയൊക്കെ വന്ന് തുടങ്ങി. മേലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം മേളിൽ എന്താന്നൊക്കെ കാണാൻ പറ്റുമോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് കേട്ടോ ഇത്. നമുക്ക് മേലോട്ട് കുറച്ചുകൂടെ മേലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് കാടാണ്, സീന്. വഴിയൊക്കെ കണ്ടുപിടിച്ച് വേണം പോവാൻ. ജസ്റ്റ് ഇവിടെ നടക്കാനായിട്ട് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് പോകണം. കൂടെ വന്നവരെ കാണാനില്ല. ഡേയ് എവിടെ വാ. ആര് ബാക്കുണ്ട്. ഫ്രണ്ടിൽ കുഴി വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അങ്ങനത്തെ സ്ഥലം കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ നിന്ന വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ പുളി വൈബ് അവിടെ. ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാറയുടെ മേലാണ് കയറിയിരിക്കണ. നോക്കിയെന്നില്ലെങ്കിൽ താഴോട്ട് പോകും, പുളി നമ്മൾ ശാലോടെ മേലോട്ട് കയറാൻ പറ്റും. ഇനി ഇവിടെ വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. രക്ഷയില്ല വന്നിരിക്കണം കേട്ടോ പ്ലേസിൽ. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. പക്ഷെ താഴോട്ട് വഴിയൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങോട്ട് പോയി നന്നായിട്ട് താളന്നു പോയി. എടേ എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി സീനാണ് ഗൈസ്. ഇവിടെ ഇപ്പോഴും കോടയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവിടെ. നമ്മളിപ്പോൾ നടന്നു കിടന്ന ഒരു വഴി കിട്ടി. ആ വഴിയിലൂടെ നമ്മളിങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിഡൻ സ്പോട്ടാണ് ഇത്. ഹിഡനൊന്നുമല്ല, ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. ഹിഡനൊന്നുമല്ല, കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ വന്നിട്ട് ഇവിടെ ഇടുക്കിയിൽ എല്ലാം വന്നിട്ട് ഒരു ബെസ്റ്റ് വ്യൂ പോയിന്റ് എന്നോ കാവേരി വ്യൂ പോയിന്റ് അങ്ങനെയല്ല, കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. അല്ലെങ്കിൽ അങ്ങനെ വ്യൂ പോയിന്റ് എന്ന് അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് രക്ഷ. ക്യാമറയിലൂടെ എത്ര മാത്രം കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പക്ഷെ ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് വരണം കേട്ടോ. 6 മണിക്ക് വന്നാൽ ഇവിടെ ഓപ്പൺ പോകില്ല. സൈഡിൽ കൂടെയൊക്കെ വരാൻ പറ്റും. ഇവിടെ അകത്ത് ചെന്നാൽ 40 രൂപ ടിക്കറ്റ് എടുക്കണം. രാവിലെ വന്ന് സൈഡിൽ കൂടെ കയറിയാൽ തുറക്കും മുന്നേ നമുക്ക് കയറാൻ പറ്റും. എന്നിട്ട് കയറി ഇവിടെ താഴോട്ട് വലിയൊരു വീണ തീർന്നു, ചത്തു. അയ്യോ, വീണ ചത്തു. വലിയ കൊക്കെന്ന് പറഞ്ഞാൽ സീൻ സ്ഥലം ഗൈസ്.
കോട ഉണ്ട് ഇവിടെ. നമ്മൾ അടുത്തില്ലെങ്കിലും കുറച്ച് ദൂരോട്ടൊക്കെ നല്ല കോടയാണ്. ആ കാണുന്നൊക്കെ ഒരു തേയിലത്തോട്ടത്തിൽ തേയിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ തേയില ലവറാണ് ബ്രോ ഞാൻ. തേയിലൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം നല്ല കുറച്ച് വെയിലൊക്കെ വന്നു നല്ലൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഓണായിട്ട് ഇവിടെ നല്ലൊരു ഇതാണ്. നമ്മളങ്ങനെ ഇവിടെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇപ്പോഴാണ് ഇവിടെ ഓപ്പണായപ്പോൾ 300 രൂപ ടിക്കറ്റ് എടുത്ത് 300 കൂടെ ടിക്കറ്റ് എടുത്തല്ല ഗൈസ്, തൂക്കിയതാണ്. തൂക്കി നമ്മള് ക്യാമറയിൽ കണ്ട്. നമ്മള് പോയി ടിക്കറ്റ് എടുത്തപ്പോൾ 6 മണിക്ക് എത്തിയോണ്ട് നമ്മള് 120 രൂപ കേട്ടോ 3 പേർക്ക്. നമ്മള് എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പോൾ ഇവര് ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ ഇവിടെ ഓപ്പൺ ആയപ്പോൾ വന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആരും അല്ലാതെ കയറരുത്, ക്യാമറ ഉണ്ട്, തൂക്കും. നമ്മളെ സൈഡിൽ കൂടെ ഒക്കെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ കയറരുത്. ക്യാമറ കൊണ്ട് എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ ടിക്കറ്റ് വയ്ക്കും. അപ്പോൾ വേറെ വൈഷ്ണവ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് ഒതുങ്ങിയത്. മെഴുകി ഇവിടെ 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 കുറച്ചുകൂടെ മോഹനെ കിട്ടില്ല. ഇവിടെ നല്ല ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ലോണം കാണാൻ അതിൻ്റെ ഇതിൻ്റെ അടുത്തൊന്നും വേറെ ഇങ്ങനത്തെ വ്യൂ പോയിന്റ് ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ കല്ലൊക്കെ ഉണ്ടെന്ന് സൂക്ഷിച്ചു താഴെ പോയാൽ സുഭാഷിനെ ജീവനോടെ കിട്ടി. പക്ഷേ കിട്ടുന്നില്ല, ജീവനോടെ കിട്ടൂല. ഗൈസ് നമ്മളെ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നന്നായിട്ട് ഊമ്പിച്ച് വേണ്ട ഈ വഴി വന്ന് നമ്മൾ ബ്ലോക്കായി പോയി. ഇപ്പോൾ റിവേഴ്സ് എടുത്ത വണ്ടി പോവുകയാണ്. വേണ്ട ഈ ഒരു വഴിയിൽ കൊണ്ട് ഇറക്കി ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്. വേണ്ട വണ്ടി ഇപ്പോൾ റിവേഴ്സ് എടുത്ത് എന്തൊക്കെ ചെയ്യും, നല്ല നടക്കുമെന്ന് ഏതിനറിയാം. ഇനി ഇവിടെ ബ്ലോക്കായെന്നാണ് തോന്നണത്. ഇതേപോലെ നടക്കുമെന്ന് ഒരു ഉറപ്പില്ല ഗൈസ്. വണ്ടി തിരിച്ച് കയറാനില്ല. റിവേഴ്സ് കയറോ വണ്ടി നടക്കൂല. ഇനി താഴെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് കയറ്റണം. ഈ നാറി ഉണ്ടല്ലോ, നാറി. ഇങ്ങനെ നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ട് ഒരിടത്തും വിശ്വസിച്ച് പോകില്ല. ഗൂഗിൾ മാപ്പ് നന്നായിട്ട് പണിയുന്നു. പിന്നെ അവിടെ താഴെ പോയിട്ട് തിരിച്ച് കയറാൻ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ റോഡാണ് ഇവിടെ. പക്ഷെ നല്ല വഴിയെന്നും പറഞ്ഞാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ടോട്ടലി പെട്ട്. ഇനി എന്ത് ചെയ്യാമെന്തോ, നോ ഐഡിയ. ഇനി താഴെ പോയിട്ട് വണ്ടി വളയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ പെട്ട്. താഴെ പോയിട്ട് വണ്ടി വളയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നണം. നോക്കി നോക്കാം. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് സൈഡിൽ. താഴോട്ട് വീടൊക്കെ ഉണ്ട്, പക്ഷേ റോഡില്ല. നല്ല റോഡെന്നും പറഞ്ഞാണ് കാണിക്കണം. വളയോ എന്തോ വണ്ടി അവിടെ ഇട്ട് വളയ്ക്കണുണ്ട്. തിരിച്ചിങ്ങോട്ട് കയറുമെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടു. പിന്നെ അല്ല എന്തെങ്കിലും വന്നാലേ വണ്ടി ഒന്നും കയറ്റാൻ പറ്റുള്ളൂ. വണ്ടി വളച്ചിട്ടുണ്ട്, വണ്ടി വരുന്നുണ്ട്. പെട്ട്. ശമ്പു നടക്കോ? ഗൈസ് വണ്ടി അവിടെ നിന്ന് കയറണില്ല. വണ്ടി അവിടെ ടയറെന്തോ പോതിന് നമ്മൾ മൊത്തത്തിൽ മുമ്പി പണി കിട്ടി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ നടക്കും. ഇത് കേറൂല വണ്ടി. എന്തൊരു പാടാ. എന്തോ പറ്റി? എന്തിനു ചെയ്യുമെന്നൊരു പിടിയില്ല. പെട്ട്
എടാ എന്തിനാണ് ഡേയ് ചുമ്മാ നമ്മളിങ്ങനെ കാറ്റൊക്കെ തുറന്നു വിടുകയാണ്. കാറ്റ് തുറന്നു വിട്ടാൽ കയറുമെന്നാണ് ശംഭു പറയണത്. ശംഭു കയറോ? കാറ്റ് തുറന്നു വിട്ടാൽ കയറോ? കയറുമെന്നാണ് ശംഭു പറയണത്. അല്ലാതെ ഒരു വഴിയില്ല. ഇനി ഈ വഴി കൂടിയാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇതെല്ലാം കാടേരിയാണ്. പക്ഷെ ഗൂഗിൾ മാപ്പ് നമ്മളെ നന്നായിട്ട് ഓർമ്മിച്ചതാണ്. ഇവിടെയാണ് വണ്ടി കിടക്കണം. ഇതാണ് വഴി. പറ, ആരാ കണ്ടുപിടിച്ചത് ഗൂഗിൾ മാപ്പ്? നീയല്ലേ ഇട്ട മാപ്പ്. ഐഡിയ വെച്ച് തരും. ഇപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒരു ചേട്ടനെ വിളിച്ചങ്ങനെ വണ്ടി സഹായിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നാൽ നമുക്ക് ചേട്ടനെ കൊണ്ട് കയറാമെന്ന് നോക്കാം. കയറാൻ പറ്റുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ വണ്ടി ജീപ്പ് വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജീപ്പ് വെച്ച് കയറും, അല്ലെങ്കിൽ വണ്ടി. മണലിൽ 90 രൂപ കൊടുക്കണം. ഞാൻ 5 അടി മണൽ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് വീൽ പ്ലേസ് ചെയ്തിട്ടാണ് കയറ്റി വിട്ടത്. ആ കുഞ്ഞുങ്ങളും പിള്ളേരും കിടന്ന് കാർന്ന് കണ്ടിട്ട് കയറ്റി വിടാതിരിക്കാൻ പറ്റും. ജീപ്പാന്നല്ലോ. ഒരാണ്ടിലൊരു 5-8 വണ്ടി ഒരു ചവിട്ടി ഒരു മിനിറ്റ് ഇടാ കേട്ടാ, ഒരു മിനിറ്റ്. ഇതാ പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടാ. നമ്മളെ വണ്ടി എങ്ങനെ സക്സസ്ഫുള്ളി കയറിയിട്ടുണ്ട്. വണ്ടി കയറി നമ്മൾ ഫൈനലി വണ്ടി അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മേളിലോട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കയറി ഫുഡ് കഴിക്കാൻ പോകണം. വേറെ ഒന്നുമില്ല. ഈ ഒരു വലിയൊരു സ്ഥലത്താണ് നമ്മളെ വണ്ടി വിട്ടുപോയത്. ഈ ചേട്ടനും കൂടിയാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ നിങ്ങളിവിടെ ഇടുക്കിയിൽ എന്തൊരു ആവശ്യം ഉണ്ടെന്ന് വേണ്ട ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരിയായിട്ടാ, കാണാം. ശരി, ബൈ. ശരിയാട്ടാ. ഈ നമ്പറിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇവരിവിടെ ഇടുക്കിയിൽ എന്ത് വന്നാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഒരു നല്ല വീട്ടിലും ചേട്ടന്മാരാണ് കേട്ടോ. അതാ ഇവൻ കാരണം. അപ്പോൾ ശംഭു നമ്മളെല്ലാം ഊരിയിട്ടുണ്ട്. ഇനി എവിടെ പോവാ ശംഭു നോക്ക്. ഇതൊരു 1 മില്യൺ ആക്കി തരണം. എവിടെ പോ 1 മില്യണിൽ ഇതിന്റെ എല്ലാം പൈസ തിരിച്ചു തരണം. ശംഭു എവിടെ പോവാ? ഇനി പറ, എവിടെ പോവാ? ഇനി ഇടി ഇറച്ചി സെറ്റാണോ? എന്താ കുഴപ്പമുണ്ടോ? വണ്ടി കുറച്ച് പോർലൊക്കെ വന്ന്, വണ്ടിക്ക് വേറെ വലിയ വിഷയമൊന്നുമില്ല. അപ്പം ഗൈസ് എന്തായാലും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക് നമ്പർ. നമ്മൾ ഇടിയപ്പം മേടിച്ച്, അപ്പം മേടിച്ച്, ഇടിയപ്പം. ഇനി നമ്മളെ ഇടിയിറച്ചിയൊക്കെ വരും.
നമുക്ക് ബീഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ് ഇതാണ് ഇടിയിറച്ചി. ഇടിയിറച്ചി നമ്മൾ ഇടിയപ്പം കൂടെ കഴിക്കണമുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പെറോട്ടയും ചിക്കൻ പെരട്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. പെറോട്ട എനിക്ക് അത്ര പോരെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. സൂപ്പർ ഹോട്ടലാണ് കേട്ടോ. ഈ റൂട്ടെല്ലാം വരണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. നമ്മളിവിടെ നിന്ന് ഇടിയിറച്ചിയും ഇടിയപ്പം പെറോട്ടയും ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റ് കഴിച്ചിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നീ പാടിടോ? മസ്റ്റ് ട്രൈ ആണ്. പാട്ടിട്. ഓഫാണല്ലോ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ റൂട്ട് ഏത് റൂട്ടാണ്? അല്ല, ഇത് ഏത് റൂട്ടാണ്? സ്ഥലം ഇത് പേരെന്താണ് റെസ്റ്റോറൻറ്റ്? ഹോട്ടൽ എവറസ്റ്റ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിലെല്ലാം സെർച്ച് ചെയ്തേ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇവിടെ വരാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് നേരത്തെ വണ്ടി പണിയുന്നത്, വണ്ടി അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഫ്രണ്ടിലല്ല, അതുകൊണ്ട് അതാണ് ഇടുക്കി ഡാം. പക്ഷെ നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. ഇവിടെ അന്യർക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞ രീതിക്കും ഇവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഇടുക്കി ഡാമിലോട്ട് കയറുന്നത്. ഇവിടെ എങ്ങനെ കയറണമെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ അതാണ് ഇടുക്കി ഡാം. ഗൈസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കുളിക്കാൻ പോവുകയാണ്. ഒരു ആരും പോവാത്ത ഒരു സ്ഥലത്ത് ഗൈസ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് അറിയാം. ഗൈസ് ഇവിടെ ഒന്നും വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെ കൂടെയാണ് നമ്മൾ പോകുന്നത്, ഈ സൈഡിലോട്ട്. ഇവിടെ ഒന്നും വെള്ളമില്ല. നമ്മൾ നല്ല വെള്ളമുള്ള ഒരു സ്ഥലത്ത് നോക്കി പോയി ഇറങ്ങിയിട്ട് സെറ്റായിട്ട് ഒരു ബാത്തൊക്കെ ചെയ്ത് വരും. വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. മജ ഇവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഇവിടെ ഒരാൾ മരിച്ചിട്ടുള്ള സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ മരിച്ചിട്ടുണ്ടെന്ന് തോന്നണം. അതായത് കറക്റ്റ് കണക്ക് പറയുമല്ലോ. നമ്മളിപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഈ ലൊക്കേഷൻ എവിടെയാടേ? ചെറുതോണിയിൽ നിന്ന് ശകലം ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ഈ കാട്ടിനിടയിലോട്ട് ഇറങ്ങിപ്പോകും. പ്രൊഫഷണൽ സ്വിമ്മർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ കാട്ടിനിടയിലോട്ടാണ്ട് ഇവര് പോകും പോലെ പോണം. ഇവിടെ ഇപ്പൊ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. ചേട്ടന്മാര് കുളിക്കണുണ്ട്. ഇതാണ് സ്ഥലം. ചെറുതായിട്ട് ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഇവിടെ ചേച്ചിമാരേത് കുളിക്കണുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. നമ്മളിതാ ഈ ചെറുതോണി ഡാമിലെ വെള്ളത്തിലിറങ്ങി കുളിച്ച് സെറ്റായി. കുളിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, സീനായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഗൈസ്. ഇത്രയും പേരുണ്ടായിരുന്നു കുളിക്കാൻ. അവിടെ കൊണ്ട് ഒരുപാട് വെള്ളം, പക്ഷെ അവിടെ ഒന്നും പോയില്ല. ഗൈസ് ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിന്റെ താഴെ ഉണ്ടല്ലോ മറ്റേ വെള്ള പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത്. പോണ എങ്ങനെയാണെന്ന് അറിയാമോ? വണ്ടി കൂടെ ഒന്നുമല്ല, നമ്മുടെ നാടെ ഈ സ്ഥലത്ത് ഇതിലേ കൂടെ നേരെ നടന്നങ്ങ് പോകും ഇടുക്കി ഡാമിലോട്ട്. ഇത് ചെന്ന് തീരണത് ഇടുക്കി ഡാമാണ്. ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാറുണ്ട്. ഇതിലേ കൂടെ നടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാണ്ട് ഇത്രയും പേരുണ്ടാണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കുളിച്ചത്. കുളിച്ചടുത്തുനിന്ന് നേരെ അങ്ങോട്ട് നടന്നു പോകും. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് മജീഷിന്റെ പ്രചാരത്തിലെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഷൂട്ട് നടന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ ഗ്രൗണ്ട് വെച്ചാണ്. ഇതാണ് വലിയ ഗ്രൗണ്ട്. ഇവിടെ കുറച്ചൊരു ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സൂപ്പർ ഗ്രൗണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനി അടുത്ത് അവിടെ തന്നെ പോകുന്നത്. അതാണ്
ഡാമുണ്ടോ? ഡാമിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മൾ പോകാനാണ് നോക്കുന്നത്. ഡാമിൽ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡാമിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൽ പോകും. ഇനി അടുത്ത് ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ രാവിലെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കയറ്റി വിട്ടില്ല, അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ താഴെ കൂടെ പോകാൻ പറ്റുമെന്നാണ് അടുത്ത് നോക്കണം. ഗൈസ് നമ്മളങ്ങനെ ഈ ആർച്ച് ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് എൻട്രി ഉള്ളൂ. എൻട്രി പ്രൊഹിബിറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. എൻട്രി ചെയ്താൽ അത് പിന്നെ അവർ നടപടിയൊക്കെ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ആർച്ച് ഡാം. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ ഇടുക്കിയിലൊക്കെ വരണമെങ്കിൽ ഇതൊക്കെ വന്ന് കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോകാവൂ. ഇതുവരെ വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത ലൊക്കേഷൻ അടുത്ത ഫുഡ് കഴിക്കാനല്ലേ? അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ വേണം. നല്ല ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. റൈസ് നമ്മൾ ഇത്രയും മേടിച്ച് ഇനി 2 പ്ലേറ്റ് പെറോട്ടയും കൂടെ വരാനുണ്ട്. ഇന്നിവിടെ തൈനൊക്കെ കിട്ടും കേട്ടോ. അച്ചാർ സൂപ്പർ അച്ചാറാണ്. ഇപ്പം നാടൻ ചിക്കൻ വന്ന് 2 പെറോട്ടയും വന്ന്. ഇനി എടുത്ത മൊയിലുണ്ട്, ഡാമിലെ മീനുണ്ട്. അപ്പം നമ്മുടെ മൊയിൽ വന്ന് മീനില്ല, ഡാമിലെ മീനും വന്നു. ഇതാണ് നല്ല മൊയിലും ഇത് ചിക്കനും, നാടൻ ചിക്കനാണ്. നമ്മളിവിടെ നിന്ന് പോകാറങ്ങിയാണ്. കണ്ട എവന്റെ വീട്ടിലാണ് കിടന്നത്. ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ പറഞ്ഞാണ്. ആരിനെ പറഞ്ഞെങ്കിൽ വിളിക്കട്ടാ. ആരിനെ പറഞ്ഞെങ്കിൽ വിളിക്കട്ടെ. നമ്പർ പറ. ആ നമ്പറിൽ വിളിച്ചാൽ അവരുടെ പല ഈ കട്ടിൽ അറേഞ്ച് ചെയ്ത് തരും. എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും. ഗൈസ് ആരിൽ വേണമെങ്കിലും എവനെ കോണ്ടാക്ട് ചെയ്താൽ റൂമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്നോ, ഫ്രീ ആണ്. എന്റെ പേര് പറഞ്ഞു എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. എക്സ്ട്രാ പേയ്മെന്റ് ചെയ്താണ് അവനെ കിട്ടും. അത് ഇതിന്റെ മുഖം സൂം ചെയ്താണ് എടുത്തത്. ഷമ്മൂന് പാന്റ്. നമ്മളങ്ങനെ പോവുകയാണ്. ഇതാണ് നമ്മള് കിടന്ന വീട്. ബജാ ടാറ്റ, ബജാ ടാറ്റ, ടാറ്റ. ഈ വഴി കൂടെ കയറിപ്പോയി. സമയം ഇപ്പോൾ രാവിലെ 5:30 ആയി. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് എവിടെ പോണാ? ബ്രൈമൂറാ, വാഗമൺ. ഗൈസ് ഇവിടെ ഒന്നും കണ്ടുകൂടാ എൻ്റെ ഫോണിൽ. ഗൈസ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 5:30 ആയപ്പോൾ ഇറങ്ങി. ഇനി അടുത്ത് നമ്മൾ നേരെ ഇവിടെ നിന്ന് വാഗമൺ പോവുകയാണ്. വാഗമൺ പോയിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ കറക്റ്റ് 5:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എത്ര നേരം എടുക്കാം വാഗമൺ എത്താൻ? വന്ന വഴിയാണ് പോകാനുള്ള. ഇപ്പുറത്തൂടെയാണ് പോകാനുള്ള. നമ്മള് കാൽവരി മാണ്ടി പോയില്ലേ? ഇവിടെ എത്ര പേര്? ഗൈസ് നമ്മളങ്ങനെ മൂന്നാർ എത്താറായി. ഇതാ ഇവിടെയൊക്കെ സൂപ്പറായിട്ട് കോട വന്ന് കിടക്കിയാണ്. പൊളിയൂ, ഒരു രക്ഷയില്ല. സീന് എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? സീനല്ലേ? വൈബ് എന്ന് പറഞ്ഞാൽ കിള്ള വൈബ്. നന്നായിരിക്കുന്നു. കൊള്ളൂല. നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റ് ഒരു രക്ഷയില്ല. നല്ല ഇത് ഇവിടെ ഓപ്പൺ ഒന്നും ആയിട്ടില്ല. ഓപ്പൺ ആയതുകൊണ്ടേ അവിടെ കയറി. ടിക്കറ്റ് 30 രൂപയാണ്. ഇവിടെ ആരും വരാത്തോണ്ട് നമ്മള് പെട്ടെന്ന് അകത്ത് കയറി. ഇവിടെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. നമ്മളിപ്പോ ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോവുകയാണ്. ഇന്ന് നേരെ വീട്ടിലോട്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ കയറും. അല്ലെങ്കിൽ ഇനി നേരെ വീട്ടിലോട്ട് പോകും. ഇന്ന് 3ാമത്തെ ദിവസമാണ് നമ്മള് ഇടുക്കിയിൽ വന്നിട്ട്. ഇതെല്ലാം സ്പോൺസർ ചെയ്തത് വിഷ്ണു ചേട്ടനാണ്. ചുമ്മാ 20,000 രൂപയാണ്. 10,000 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് കത്തി. ഇതാണ് നമ്മളെ ചാർലി മൂവിയില്ലേ? ചാർലി മൂവിയിലെ വെള്ളച്ചാട്ടത്താണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഒട്ടും വെള്ളമില്ല. വെള്ളം വളരെ കുറവാണ്. ഇതാണ് ആ വ്യൂ. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്.
ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റമൂലി ട്രിപ്പുകൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ട്രിപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.